ഹായ്, എല്ലാവർക്കും സോണി ഫോർ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ബോഗൺവില്ല ചെടിയിൽ പൂക്കൾ ഉണ്ടായതിനു ശേഷം വീണ്ടും കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ എന്തെല്ലാമാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. വളരെ പെട്ടെന്ന് തന്നെ ആർക്കും വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് ബോഗൺവില്ല. ഇതിൽ എപ്പോഴും കുറേ പൂക്കൾ തരുന്നതും കുറച്ച് മാത്രം പരിചരണം മതി എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ദിവസവും 6 മണിക്കൂർ വരെ സൂര്യപ്രകാശം ആവശ്യമാണ്. കുറച്ച് മാത്രം വെള്ളം കൊടുത്താൽ മതിയാകും. കീടശല്യം കാര്യമായി ബാധിക്കാത്ത ഒരു ചെടി കൂടിയാണ് ബോഗൺവില്ല. മഴക്കാലങ്ങളിൽ ഇവയുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി കുറ്റിച്ചെടിയായി വളർത്തിയെടുക്കാം. ഇത് ഫസ്റ്റ് സ്റ്റേജ് ഫ്ലവറിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന ബോഗൺവില്ല ചെടികളാണ്. ഇതിൽ കൂടുതൽ പൂക്കൾ സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യമായി തന്നെ ഇതിൽ കരിഞ്ഞ പൂക്കൾ എല്ലാം നമുക്ക് മുറിച്ചു മാറ്റണം. ഇങ്ങനെ മുറിച്ചു മാറ്റിയാൽ മാത്രമേ അവിടെ പുതിയ തളിർപ്പുകൾ വരികയും പുതിയ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. ചെടിയിൽ പൂക്കൾ മാത്രം മുറിച്ച് ഒഴിവാക്കിയാൽ മതി. ചെടിയിൽ നീണ്ടുപോയ കമ്പുകൾ മുറിക്കേണ്ടത് ആവശ്യമില്ല. ഇത് മഴക്കാലത്ത് ചെടികൾ കൂടുതൽ വളരുന്ന സമയങ്ങളിൽ വെട്ടി നിർത്തി കൊടുത്താൽ മതിയാകും. പൂക്കൾ മുറിച്ചു മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ചെറിയ കമ്പികളാണ്, അല്ലെങ്കിൽ കയറുകളായാലും മതി. ഇനി നീണ്ടുപോയ കമ്പിനെ നമ്മൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കമ്പിലേക്ക് ഇതുപോലെ ഒന്ന് വളച്ച് കെട്ടിക്കൊടുക്കണം. പെട്ടെന്ന് വളയ്ക്കരുത്, മെല്ലെ സാവധാനം വളച്ച് കെട്ടിക്കൊടുക്കണം. അങ്ങനെ നീണ്ടുപോയ എല്ലാ കമ്പുകളും ഇതേപോലെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കമ്പിലേക്ക് വളച്ച് കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഈ കമ്പുകളിൽ വളവ് ഉള്ള ഭാഗങ്ങളിൽ കൂടുതൽ തളിരുകൾ ഉണ്ടാവും. ഇനി നമുക്ക് ചെടി വളരാനും പൂക്കൾ ഉണ്ടാവാനും വളങ്ങൾ ഇട്ട് കൊടുക്കണം. അതിനായി നമ്മൾ ചെടിയുടെ ചുവട്ടിലെ പുല്ലുകളെല്ലാം നീക്കി മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എപ്പോഴും വളം ചെയ്യുമ്പോൾ മണ്ണ് നന്നായി ഇളക്കി കൊടുത്തു വേണം വളങ്ങൾ ഇട്ടുകൊടുക്കാൻ. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും വളങ്ങൾ എത്തുകയും അത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യുന്നു. ഇനി ചെടി വളരാനും പൂക്കൾ ഉണ്ടാവാനും ഞാൻ ഏത് വളമാണ് കൊടുത്തത് എന്ന് നോക്കാം. ഇത് ഫാക്ടംബോസും പൊട്ടാഷ്യം. ഇതിൽ ഞാൻ ഫാക്ടംബോസ് 3 അടപ്പും പൊട്ടാഷ്യം 1 അടപ്പും ആണ് എടുക്കുന്നത്. അതായത് 3:1 എന്ന അളവിൽ ഞാൻ എടുക്കുന്നു. ഇതാണ് നമ്മുടെ ചെടികൾക്ക് ഇട്ടുകൊടുക്കാൻ പോകുന്നത്. ഇതിൽ ഫാക്ടംബോസിൽ നൈട്രജൻ 20% ഫോസ്ഫറസ് 20% അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ ചെടികളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് ചെടികളിൽ പൂക്കൾ ഉണ്ടാകാനും പൊട്ടാസ്യം പൂക്കൾക്ക് നല്ല വലിപ്പം വയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഇത് ചെടിയുടെ ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി ഒരു 5 ഗ്രാം അളവിൽ ഇത് ചെടിയുടെ ചുറ്റും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം അത് മണ്ണ് കൊണ്ട് നന്നായി മൂടുകയും
ചെയ്യുക. ഇത് പെട്ടെന്ന് തന്നെ മണ്ണിൽ കിടന്ന് അലിയുന്നത് കൊണ്ട് ചെടികൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നു. ഇനി നല്ലപോലെ ചെടി നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊരു രാസവളമായതിനാൽ നമുക്ക് 2-3 ദിവസത്തേക്ക് ചെടി നല്ലപോലെ നനച്ചു കൊടുക്കണം. ഇത് എല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിലും കിട്ടും. രാസവളത്തിന് പകരമായി നല്ല ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവ ഇട്ടുകൊടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ എല്ലാ ചെടികളും പഴയ പൂക്കളൊക്കെ മുറിച്ച് നീണ്ടുപോയ കമ്പുകൾ വളച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഇതാണ് ഒരാഴ്ച കഴിഞ്ഞുള്ള റിസൾട്ട്. ഇത് നമ്മൾ വളച്ചു കൊടുത്ത ഒരു കമ്പാണ്. ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയ തളിർപ്പുകൾ ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വെള്ള ബോഗൺവില്ലയുടെ ഒരു ചെടിയാണ്. ഇതിൽ ആ വളച്ചു കൊടുത്ത കമ്പിലാണ് ഇതേപോലെ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത്. ഇത് 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ എല്ലാ പൂക്കളും നല്ലതുപോലെ വന്നിട്ടുണ്ട്. വളങ്ങൾ ചെയ്തു കൊടുത്ത എല്ലാ ചെടികളും നല്ലതുപോലെ 2 ആഴ്ചയ്ക്ക് ശേഷം പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഇതുപോലെ വളം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു റിസൾട്ടാണ് ഈ വളം കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് രാസവളമായതിനാൽ കുറച്ച് മാത്രമേ ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ. വളം കൊടുത്ത ശേഷം 2-3 ദിവസത്തേക്ക് ചെടി നല്ലതുപോലെ നനച്ചു കൊടുക്കുകയും വേണം. രാസവളം ഉപയോഗിക്കാത്തവരാണെങ്കിൽ ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവ ഇട്ടുകൊടുക്കാം.